ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് തക്കാളി അച്ചാർ ഉണ്ടാക്കിയാലോ? ഓണമല്ലേ വരുന്നത്. ഇപ്പോൾ ഓണത്തിനൊരു വെറൈറ്റി അച്ചാറുമാവും. തക്കാളിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല വിലക്കുറവും. അതിലേക്കായി ഞാൻ ദാ 1 കിലോ തക്കാളി എടുത്ത് നന്നായിട്ട് കഴുകി ഒരല്പം പോലും വെള്ളത്തിൻ്റെ അംശമില്ലാതെ തുടച്ചെടുത്തിട്ട് ചെറുതായിട്ട് നുറുക്കി മാറ്റുക. അതിലേക്ക് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലെ പുളിയാണ്. ആ പുളിയിൽ അല്പം പോലും കരടോ നാരോ ഇല്ലാതെ എടുത്ത് അത് ഇതുപോലെ ചെറുതായിട്ട് അതിലേക്ക് പിന്നെ ഇടുക. ഇട്ടിട്ട് പിന്നെ ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും ടേബിൾ സ്പൂൺ അളവെടുക്കുക. അതും കൂടെ ഒന്ന് വറുത്തിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. അതും പൊടിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു പാത്രം വെച്ച് ചൂടാക്കാം. ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കുക. അച്ചാറുകൾക്ക് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത്. അതും കുറച്ച് അച്ചാറാകുമ്പോൾ കുറച്ച് കൂടുതൽ വേണം. നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്തോട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ ചൂടാകുമ്പോൾ തക്കാളിയുടെ ജ്യൂസ് ഇളകി വരും. ആ ജ്യൂസും കുറേയേറെ അങ്ങ് വറ്റണം. വറ്റുന്നത് വരെ നമ്മളിത് ഇളക്കി അത് റെഡിയാക്കി എടുക്കണം. ഒരു തക്കാളി വെന്ത് നല്ല പരുവവും. കുറച്ച് ഉപ്പുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് വേവിച്ച് ഇതുപോലെ വറ്റി വരുന്ന സമയമാകുമ്പോൾ തീ ഓഫാക്കി മാറ്റി വയ്ക്കുക. അതൊന്ന് തണുത്ത് വരുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് അടിച്ചെടുത്ത് വെക്കണം. ഒരു 2 കറക്ക് കറക്കിയാൽ മതി. അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് വീണ്ടും പാത്രം വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ തന്നെ ഒഴിക്കുക. ഒഴിച്ചിട്ട് നല്ലെണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുകും ഇട്ടിട്ട് 50 ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയതും കൂടെ അതിലേക്കിട്ട് മൂപ്പിക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് നുറുക്കി അതിലേക്ക് ഇടുക. അത് മൂത്ത് വരുമ്പോൾ 1 സ്പൂൺ കായപ്പൊടി അതിലേക്ക് ചേർക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഞാൻ പിരിയൻ മുളക് വറുത്ത് പൊടിച്ചതാണ്. വളരെ നേർമയായിട്ട് പൊടിച്ചില്ല, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ്. ആ പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കുക. എരിവിന് ആവശ്യമായത് ചേർക്കുക. പച്ചമണം മാറ്റിയെടുത്തിട്ട് നമ്മൾ അരച്ചു വെച്ച തക്കാളിയുടെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി തീ സിമ്മിലേക്ക് മാറ്റി നന്നായിട്ട് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് പിടിക്കാതിരിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പൊടിച്ചു വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ശർക്കര ചുരണ്ടിയതും കൂടെ അതിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി പാത്രത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് വിട്ടുവരുന്ന ഒരു പരുവം വരും. നമുക്ക് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. അപ്പോഴത്തേക്ക് എണ്ണയും തെളിഞ്ഞ് വിട്ട് വരുമ്പോൾ തീ ഓഫാക്കിയിട്ട് തണുക്കുമ്പോൾ അല്പം പോലും ഈർപ്പമില്ലാത്ത ഒരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് എടുക്കുമ്പോൾ ഒരു തവിയിലോ പാത്രത്തിലോ ഒന്നും അല്പം ഈർപ്പം ഉണ്ടാകരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്യണേ.